time rate system. Then piece rate system, piece wage rate system. In this system, workers are paid on the basis of work done irrespective of the time taken by the worker. എത്രയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വേജ് കൊടുക്കുന്നത്. സോ ഇവിടെ ടോട്ടൽ ഏണിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, മറ്റേത് നമ്പർ ഓഫ് ടൈം ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. സോ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്? വർക്ക് ഈസ് ഓഫ് റിപ്പീറ്റീവ് നാച്ചർ. വെൻ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ഡിറ്റർമിൻ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ പീസ് റേറ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഓർ ജോബ്. ഓരോ പീസിനും എത്രയാണ് വേജ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ചില വർക്കുകൾക്കൊന്നും നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല എത്രയാണ് അതിന് വർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇത്ര ടൈമിലേക്കുള്ള വേജസ് ആയിരിക്കും കൊടുക്കുക. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി മെഷേർഡ്. ഇൻ ദി കേസ് ഓഫ് ഔട്ട് വർക്കേഴ്സ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ. ഔട്ട് വർക്കേഴ്സിനെ സംബന്ധിച്ച് ഇത് സ്യൂട്ടബിൾ ആണ്. കാരണം ഔട്ട് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഔട്ട് വർക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അവർ ഓർഗനൈസേഷന് പുറത്താണ്, അവർ രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണില്ല അവരുടെ പേരൊന്നും. അപ്പോൾ അതുകൊണ്ട് എത്ര സമയം അവർ വർക്ക് ചെയ്തു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഔട്ട് വർക്കേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. വേർ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റിക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് ഇല്ല. നമുക്ക് നമ്പർ ഓഫ് പ്രോഡക്ട്സുകൾ ഇൻക്രീസ് ചെയ്യുക, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. വേർ ഔട്ട്പുട്ട് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. ഔട്ട്പുട്ടിന് നമുക്ക് കറക്റ്റായിട്ട് ഇത്ര എണ്ണം അല്ലെങ്കിൽ ഇത്ര ഇന്നതാണ് സാധനം എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ രണ്ട് മെത്തേഡുകളും ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മറ്റതിൽ പറഞ്ഞതുപോലെ സിമ്പിൾ ആൻഡ് ഈസി അണ്ടർസ്റ്റാൻഡ് ബൈ വർക്കേഴ്സ്. ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈസിലി ഡിറ്റർമൈൻഡ്. മറ്റതിൽ ലിമിറ്റേഷൻ ആയിരുന്നു, ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ നമുക്ക് ഈസിലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഇൻസെൻറ്റീവ് ടു പ്രൊഡ്യൂസ് മോർ, ഹെൻസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഗോസ് ഡൗൺ. അതായത് ഇവിടെ കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. മറ്റതിലൊരു ലിമിറ്റേഷൻ ആയിരുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു മണിക്കൂറിൽ ഒരാൾ ഇപ്പോൾ 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, മറ്റാൾ 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഒരു മണിക്കൂർ തന്നെയാണ് രണ്ടുപേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾക്ക് കൂടുതൽ വേജ് കിട്ടും, 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് അതിലും കുറവ് വേജ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് എന്തായിരിക്കും, കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, മോട്ടിവേഷൻ കൊടുക്കും. ദെൻ ലെസ് സൂപ്പർവിഷൻ ഈസ് റിക്വയർഡ് ബിക്കോസ് വർക്കേഴ്സ് ഗെറ്റ് വേജസ് ഓൺലി ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ സൂപ്പർവിഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നോക്കേണ്ട ആവശ്യമില്ല അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണം. അതുകൊണ്ട് അവർ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. ഐഡിൽ ടൈം വിൽ ബി റെഡ്യൂസ്ഡ് ടു ദ മിനിമം. വെറുതെ ഇരിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ലൈക്ലി ടു ഫോൾ. ക്വാളിറ്റിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് അവർ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. ദെൻ ദർ ഈസ് നോ ഗ്യാരണ്ടി ഓഫ് മിനിമം വേജ്. ഇവിടെ മിനിമം വേജ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം കൊണ്ടോ അല്ലെങ്കിൽ അസുഖം കൊണ്ടോ ചിലപ്പോൾ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ഒരു ദിവസം അയാൾ വന്നു സൈൻ ചെയ്തു, പക്ഷേ അയാൾക്ക് ഒരു ഒറ്റ യൂണിറ്റ് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അന്ന് മിനിമം വേജ് എന്ന് പറയുന്ന ഒന്നും കിട്ടില്ല, 0 ആയിരിക്കും അയാളുടെ വേജ്. അതേസമയം ടൈം റേറ്റ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. അയാളിപ്പോൾ വന്നു, അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ആ ഒരു ദിവസത്തെ വേജ് കിട്ടും. അപ്പോൾ ഇവിടെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല മിനിമം വേജസിൻ്റെ കേസിൽ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫിക്സ് ആൻ ഇക്വിറ്റബിൾ പീസ് റേറ്റ്. ഒരു പീസ് റേറ്റിൻ്റെ ഇക്വിറ്റബിൾ പീസ് റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Then sometimes the workers handle the tools and equipments roughly and carelessly to achieve high product. മറ്റേതിൽ നമുക്ക് സൂപ്പർവിഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം സൂപ്പർവിഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ വർക്കേഴ്സ് എന്തായാലും നന്നായിട്ട് അവിടെ ഡിഫക്ട്സുകളൊക്കെ കുറവായിരിക്കും, ടൂളുകളെല്ലാം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഇവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ആക്രാന്തത്തിൽ അവരെന്ത് ചെയ്യും, കൂടുതൽ എന്താ പറയുക, റഫായിട്ട് സാധനങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യും. ദർ മേ ബി മോർ സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്ക്. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ മറ്റേതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണോ പറഞ്ഞാൽ അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയി വരിക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് മറ്റേതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരിക. സോ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സ്, പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് ടൈം റേറ്റ് സിസ്റ്റം. ദെൻ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ്: സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് വീക്ക്ലി വേജ് സിസ്റ്റം, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗ്രൂപ്പ് പീസ് റേറ്റ് സിസ്റ്റം. ഇതൊക്കെ എന്താണെന്നുള്ളതൊന്നും നമുക്ക് പഠിക്കാനുള്ള, ജസ്റ്റ് ഇതിൻ്റെ പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ.
എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അവിടെ നമ്മൾ സാധാരണ പീസ് റേറ്റ് സിസ്റ്റം ആണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് എമൗണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു റേറ്റ് പെർ യൂണിറ്റ്. ഇനി പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് വീക്ക്ലി വേജസ് എന്ന് പറയുന്നത് മിനിമം വേജസ് ഈക്വൽ ടു ദ ടൈം വേജസ് ആർ ഗ്യാരണ്ടീഡ്. ഇവിടെ ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഈ പീസ് വേജ് നമ്മൾ എടുക്കുന്ന വേജ് നമ്മൾ ടൈം വേജിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് ടൈം വേജ് കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു ദിവസം അയാൾക്ക് സപ്പോസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ടൈം വേജ് കൊടുക്കുന്നുണ്ട്. അതായത് എത്ര സമയം അയാൾ വർക്ക് ചെയ്തു എന്നുള്ളൊരു മിനിമം വേജ് കൊടുക്കും. എന്നിട്ട് ആ ഒരു ലെവലിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും ഇത്ര പീസസിന് ഇത്ര അധികം എന്നുള്ള രീതിയിൽ വേജ് കൊടുക്കും. അത് ഒരു ടൈപ്പ് പീസ് റേറ്റ് സിസ്റ്റമാണ്. ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇതിൽ 2-3 ഡിഫറെൻറ്റ് പീസ് റേറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഇത്ര മുതൽ ഇത്ര വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഇത്ര പീസ് റേറ്റ് സിസ്റ്റം കിട്ടും. അതായത് ഇപ്പോൾ 50 യൂണിറ്റ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 100 റുപ്പീസ് ആയിരിക്കും. 80 യൂണിറ്റ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 150 ആയിരിക്കും. അങ്ങനെ ഒരു എന്തുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് പീസ് റേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് പീസ് റേറ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സിംഗിൾ പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേജസ് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് മ്യൂച്വലി എഗ്രി ചെയ്തിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്തു അതിൻ്റെ ബേസിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് ഗ്രൂപ്പ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. രണ്ടിൻ്റെയും പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെയും ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെയും ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. Mr. A work in a factory with the following particulars apply. Normal time rate rupees 150 per hour. അതായത് ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം ഒരു അവറിൽ 1.50 1 രൂപ 50 പൈസയാണ് അയാളുടെ ടൈം റേറ്റ്. ഇനി നോർമൽ പീസ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 20% മോർ ഓഫ് ദ ടൈം റേറ്റ്. ടൈം റേറ്റിൻ്റെ 20%, ടൈം റേറ്റിനേക്കാളും 20% ഇൻക്രീസ് ചെയ്യുക. അതാണ് ഇവിടെ നോർമൽ പീസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണോ ഒരു പീസിനുള്ളത് എന്നുള്ളത് ഡയറക്റ്റ് തന്നിട്ടില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള ഒരു ഹിൻറ്റ് എന്താണെന്ന് വെച്ചാൽ 20% മോർ ഓഫ് ദ ടൈം റേറ്റ്. ടൈം റേറ്റിനേക്കാളും, അതായത് ഇപ്പോൾ ടൈം റേറ്റ് 1.50 ആണ്, അതിനേക്കാളും 20% എന്ന് പറയുമ്പോൾ 1.50 20%, അതായത് 20% എന്ന് പറയുമ്പോൾ 30 പൈസയാണ് വരിക. അപ്പോൾ അതായത് 1.50 പ്ലസ് 0.30 എന്ന് പറയുമ്പോൾ 1.80. അതായത് പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഒരു പീസിന്, അതായത് പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം 1.80 ആണ് പീസ് റേറ്റ് വരുന്നത്. ഓക്കെ, അതായത് ഒരു അവറിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നോർമൽ പീസ് റേറ്റ് 150 പെർ ഹവർ ആണ് ഇവിടെ നോർമൽ പീസ് റേറ്റ്. അപ്പോൾ ഒരു അവറിന് 1.80 പൈസ, അങ്ങനെയാണ് നോർമൽ പീസ് റേറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പീസ് റേറ്റ് നമുക്ക് തരിക പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നേരിട്ട് തരും പീസ് റേറ്റ് ഒരു പീസിന് ഇത്ര രൂപ വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് നേരെ മറിച്ച് അങ്ങനെയല്ല തന്നിട്ടുള്ളത്, 20% മോർ ഓഫ് ദ ടൈം റേറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ പീസ് റേറ്റിൽ പല ടൈപ്പുള്ള പീസ് റേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ അതായത് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് വീക്ക്ലി വേജ് എന്നുള്ള ഒരു കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം റേറ്റ് എന്തായാലും ഉണ്ട്, 150 എന്തായാലും ഉണ്ട്, അതിനോട് കൂടെ 20% മോർ ആണ് പറയുന്നത്. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് തന്നിട്ടുള്ള എന്താണ്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 20 യൂണിറ്റ്സ് പെർ ഹവർ. ഒരു ഹവറിൽ 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ കണക്ക്. അതായത് അവിടുത്തെ നോർമൽ കേസിൽ ഒരു ഹവറിൽ 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി എ എന്ന് പറയുന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്തത് എത്ര യൂണിറ്റ്സ് ആണ്, 157 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു ഡേയിൽ 8 ഹവേഴ്സാണ് വർക്കിംഗ് ഡേ ആയിട്ടുള്ളത്. ഒരു ഡേയിൽ 8 ഹവേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ഹവറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഇവിടെ പീസ് റേറ്റ് ആയാലും ടൈം റേറ്റ് ആയാലും രണ്ടും ഹവറിലുള്ള റേറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ,
ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ഹിസ് ഏർണിങ്സ് അണ്ടർ പീസ് വേജ് സിസ്റ്റം, ടൈം വേജ് സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റം പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ കേസിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 150 പെർ ഹവർ ആണ്. അപ്പോൾ ഒരു ഹവറിൽ ഒരു ദിവസം എത്ര ഹവേഴ്സാണുള്ളത്? 8 ഹവേഴ്സ്. അപ്പോൾ 150 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 12 രൂപ. അതായത് ഒരു ദിവസം അയാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 12 രൂപയാണ് അയാളുടെ വേജ് എന്ന് പറയുന്നത്. അതായത് ടൈം വേജ് എന്ന് പറയുന്നത് 12 റുപ്പീസാണ്. ഓക്കെ, ഇനി പീസ് റേറ്റിൻ്റെ കേസിൽ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. പീസ് റേറ്റിൻ്റെ കേസിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? ഒരു ഹവറിൽ 1.80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1.80 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അതായത് 1.50 + 0.30. 30 എന്ന് പറയുന്നത് എന്താണ്? 20% ഓഫ് 150. അപ്പോൾ 1.80 പെർ ഹവർ ആണ്. ഇനി പീസ് റേറ്റ് നമ്മൾ പെർ യൂണിറ്റിന് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. പീസ് റേറ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്രയാണ് പീസ് റേറ്റ് വരുന്നത്? ഒരു യൂണിറ്റിന് എത്രയാണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ഹവറിന്, അതായത് 1.80 ആണ് ഒരു ഹവറിനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹവറിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 20 യൂണിറ്റ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ഹവറിൽ 1.80 ആണ് എമൗണ്ട് വരുന്നത്, റുപ്പീസ് വരുന്നത്. ഒരു ഹവറിൽ 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പീസ് റേറ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്രയാണ് പീസ് റേറ്റ് വരുന്നത്? അതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുക ഇങ്ങനെയാണ്: 1.80 / 20. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9 പൈസ. അതായത് 9 പൈസയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് പീസ് റേറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 9 പൈസയാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ദിവസത്തിലേക്ക് എത്രയാണെന്നുള്ളതാണ്. അതുപോലെ ഒരു ദിവസം എത്രയാണ് വരിക? ഒരു ദിവസം അയാൾ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഒരു ദിവസം അയാൾ 157 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ 157 × പീസ് റേറ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 9 പൈസയാണ്. അതായത് 0.09. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 14.13. അതായത് 14 റുപ്പീസ് 13 പൈസ ആണ് ഒരു യൂണിറ്റിൻ്റെ ഒരു ദിവസത്തിലുള്ള, അതായത് ഒരു ദിവസം അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ വേജ് എന്ന് പറയുന്നത് 14.13 ആണ്. 157 യൂണിറ്റ്സ് ആണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടൈം വേജ് സിസ്റ്റത്തിൽ നമ്മൾ യൂണിറ്റ്സിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നേ ഇല്ല. ടൈം വേജ് സിസ്റ്റത്തിൽ നമുക്ക് എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രം. അതായത് 8 ഹവേഴ്സാണ് ഒരു ദിവസം ഉള്ളത്. ഒരു ഹവറിന് 1.50 ആണ്. അതായത് 1.50 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് 12 റുപ്പീസ് കിട്ടും. അപ്പോൾ ടൈം റേറ്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 12 രൂപയാണ് ഒരു ദിവസം കിട്ടുക. പീസ് റേറ്റ് സിസ്റ്റം പ്രകാരമാണെന്നുണ്ടെങ്കിൽ 14.13 രൂപയാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലത്തിൽ നോക്കുക. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ കേസ് വന്നതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് പീസ് റേറ്റ് നേരിട്ട് തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ 0.9 പൈസയാണെന്ന് നേരിട്ട് തന്നു എന്ന് വിചാരിക്കാം. പീസ് റേറ്റ് 9 പൈസയാണെന്ന് നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 157 × 0.09. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇവിടെ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ടൈം വേജ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്